ബിരിയാണി ഇഷ്ടമില്ലാത്ത ആരുണ്ടാവില്ല. നമ്മൾ ബിരിയാണിയല്ല ഉണ്ടാക്കണത്. സംഗതി സൈഡാണെങ്കിലും ഇവ ഉണ്ടെങ്കിൽ ഒരു ഉരുള ചോറ് അധികം പോവും. ബിരിയാണിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏത് അച്ചാറാണെന്ന് ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയേക്കാലോ. നമ്മളിവിടെ 1/2 കിലോ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അത് ഒരു ദിവസം മുന്നേ തന്നെ ഒന്ന് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നേരെ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായതിനു ശേഷം നമ്മുടെ ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുക. ചെറുനാരക്ക് നല്ല കയ്പുണ്ട്. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ നമ്മൾ കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കുക. ശേഷം ഒരു പാൻ എടുക്കുക, അതിലേക്ക് വീണ്ടും എണ്ണ ഒഴിക്കുക, എന്നിട്ട് കടുക് പൊട്ടിക്കുക, കുറച്ച് ഉലുവ ഇടുക, ഒരു 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ പൊടികളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ അച്ചാറും പൊടി ഇതൊക്കെ കൂടി അതിൻ്റെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില ഇടുക. എന്നിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറുനാരങ്ങ നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 20 അല്ലി ഈത്തപ്പഴങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. മുളക് പൊടി യൂസ് ചെയ്യുമ്പോൾ കാശ്മീരി ചില്ലി യൂസ് ചെയ്യാൻ ശ്രമിക്കുക, അതാണ് ഒന്നുകൂടി ബെറ്റർ. ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവയും കടുകും പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വിനാഗിരിൻ്റെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ട് വേവിച്ച അച്ചാർ റെഡി. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോ കാണാം. ബൈ.